നമസ്കാരം. ഹിന്ദു ബോർഡുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടാകുമോ? വഖഫ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ചോദിച്ചത് ഇതാണ്. നിലവിലെ വഖഫ് ഭൂമി അതല്ലാതാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും ചെയ്ത സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഭൂതകാലം മാറ്റിയെഴുതാൻ കഴിയില്ല എന്നുകൂടി കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുന്നു. 100 വർഷം മുൻപുള്ള ചരിത്രം മായ്ച്ചു കളയാൻ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കോടതിയുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. വഖഫ് നിയമത്തിലെ ഒരു വ്യവസ്ഥ അധികാര പരിധി കടക്കുന്നു എന്ന സൂചനയും നൽകിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിവരയിട്ട് പറയുന്നു, കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് തന്നെ. നല്ല മുസ്ലിമാണെന്ന് സർക്കാരിന് മുന്നിൽ തെളിയിക്കണമെന്ന ചട്ടം, അതായത് 5 കൊല്ലം മുസ്ലിം മതാചാര പ്രകാരം ജീവിച്ചവർക്ക് മാത്രമേ സ്വത്തുക്കൾ വഖഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന വഖഫ് ഭേദഗതി നിയമം വ്യക്തി നിയമത്തിനെതിരും മുസ്ലിം വ്യക്തി നിയമത്തിലേക്കുള്ള കടന്നു കയറ്റമെന്നുമുള്ള വാദങ്ങളിലാണ് ജുഡീഷ്യറി ഈ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളം മുതൽ കശ്മീർ വരെ രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാക്കിയ വഖഫ് ഭേദഗതി നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷേ തർക്കം ഉയർന്ന വ്യവസ്ഥകളിൽ സുപ്രീം കോടതി ഇടപെടാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ്. മുനമ്പത്ത് വഖഫിന്റെ പേരിൽ BJP മുതലെടുപ്പ് നടത്തിയെന്ന് കേരളത്തിൽ ഇടതും വലതും ആഞ്ഞടിക്കുമ്പോൾ കൂടിയാണ് ഈ ഉത്തരവ് വരുന്നത്.